ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഗാന്ധിജി നടത്തിയ 3 സത്യാഗ്രഹ സമരങ്ങൾ പട്ടികപ്പെടുത്താനുണ്ട്. സമരത്തിൻ്റെ പേര്, വർഷവും സ്ഥലവും പ്രത്യേകതയുമാണ് എഴുതേണ്ടത്. അതിൽ ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെത് ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അഹമ്മദാബാദ് തുണിമിൽ സമരവും ഗേഡ സത്യാഗ്രഹവുമാണ്. അത് രണ്ടും ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്കായി പട്ടിക പൂർത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ പട്ടികയായിട്ടല്ല എഴുതിയിട്ടുള്ളത്, നിങ്ങളത് പട്ടികയാക്കിയാൽ മതി. ഞാൻ ഓർഡറിൽ താഴെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് സമരത്തിൻ്റെ താഴെ സമരത്തിൻ്റെ പേര്, വർഷവും സ്ഥലം, പ്രത്യേകത അങ്ങനെ എഴുതിയാൽ മതി. സമരം: അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക്. വർഷം 1918, 1918. സ്ഥലം ഗുജറാത്തിലെ സബർമതി തീരം. ബാങ്ക്സ് ഓഫ് ദ റിവർ സബർമതി ഇൻ ഗുജറാത്ത്. ഇനി സമരത്തിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. തുണിമിൽ തൊഴിലാളികളുടെ ദുരിതം. മിസറി ഓഫ് ടെക്സ്റ്റൈൽ ലേബേഴ്സ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ 2ാം സത്യാഗ്രഹ സമരം. ഗാന്ധിജീസ് സെക്കൻഡ് സത്യാഗ്രഹ സ്ട്രൈക്ക് ഇൻ ഇന്ത്യ. തുണിമിൽ തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിച്ചു കിട്ടി. The wages of the textile laborers are raised. അടുത്തത് ഗേഡ സത്യാഗ്രഹം. സമരം: ഗേഡ സത്യാഗ്രഹം. ഗേഡ സത്യാഗ്രഹ. വർഷം 1918, 1918. സ്ഥലം ഗുജറാത്തിലെ ഗേഡ ജില്ല, ഗേഡ ഡിസ്ട്രിക്ട് ഓഫ് ഗുജറാത്ത്. ഇനി പ്രത്യേകതകൾ നോക്കാം. കർഷകരുടെ ദുരിതങ്ങൾ. മിസറി ഓഫ് പെസൻസ്. സർദാർ വല്ലഭായ് പട്ടേൽ എന്ന നായകനെ ഇന്ത്യക്ക് ലഭിച്ചു. സർദാർ വല്ലഭായ് പട്ടേൽ became one of the national leaders of India. പ്ലാഗ് പടർന്നു പിടിച്ചിരുന്നു. പ്ലാഗ് was outgrown. കർഷകരുടെ വിഷമതകൾ കുറഞ്ഞു. ഹാർഡ്ഷിപ്പ് ഓഫ് peasants reduced. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പട്ടിക പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഗാന്ധിജിയുടെ കുറിപ്പ് വിപുലീകരിക്കാനുണ്ട്. നമ്മൾ പകുതി കുറിപ്പ്, കഴിഞ്ഞ ക്ലാസ് വരെയുള്ള കുറിപ്പ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം ഇന്ന് തന്നെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.